വെൽക്കം ബാക്ക് ടു മെഡിക്കൽ ട്രാവലോഗ്രാം. അപ്പോൾ ഗൈസ്, ഞാൻ ജോർജിയയിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് വന്നു. കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, 6 ഇയർ പഠിച്ചതല്ലേ, അപ്പോൾ എന്തായാലും ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കറിയില്ല ഗൈസ്, ഇംഗ്ലീഷിൽ ചെയ്യണോ മലയാളത്തിൽ ചെയ്യണോ. കാരണം കുറേ പേര് മലയാളം അറിഞ്ഞുകൂടാത്തവരാണ് ഫോളോവേഴ്സ് എൻ്റെ സബ്സ്ക്രിപ്ഷനിലുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതൊരു മലയാളം വീഡിയോ ആക്കി ചെയ്തിട്ട് ഞാൻ സബ് ടൈറ്റിൽ കൊടുക്കാം എന്നാണ്. സോ അത് രണ്ട് കൂട്ടുകാർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. അവിടുത്തെ പോലെ അല്ല ഗൈസ്, ഇവിടെ ആകുമ്പോൾ കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസസും അതുപോലെ ക്ലാരിറ്റി കുറവ്. ഇന്നൊരു മഴക്കോള് പോലെ ഉണ്ട്, അപ്പോൾ ക്ലാരിറ്റി കുറവുണ്ട്. ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ക്ലാരിറ്റി കുറവുണ്ട്. അവിടുത്തെ പോലെ അല്ല, ഒത്തിരി ഡിഫറൻസ് ഉണ്ട് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തുടങ്ങാം. ഞാൻ 2018 ജോർജിയയിലോട്ട് പോയത് MBBS സ്റ്റഡി ചെയ്യാനായിട്ട്. അപ്പോൾ 2018 ഏപ്രിലിൽ ഞാൻ പോയിട്ട് ഇപ്പോൾ 2023 സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും ഞാൻ ഗ്രാജുവേറ്റഡ് ആയി. അപ്പോൾ അവിടുത്തെ സ്റ്റഡീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് മീഡിയം ആണ്. എല്ലാ ലെക്ചേഴ്സും ഇംഗ്ലീഷിൽ തന്നെയാണ് എല്ലാം പഠിപ്പിക്കുന്നത്. സ്റ്റഡീസിനെ കുറിച്ച് ഒരൊറ്റ വാക്കിൽ പറയുവാണെങ്കിൽ സ്റ്റഡീസ് എല്ലാം നല്ലതാണ്. നിങ്ങൾക്ക് നാട്ടിൽ സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജോർജിയ നോക്കാം, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അവിടെ പോയി പഠിച്ചിട്ട് വന്നിട്ട് നാട്ടിൽ എക്സാം കൊടുത്താലും മതി. അപ്പോൾ എനിക്കറിയാം ഒത്തിരി കുട്ടികൾ ഫസ്റ്റ് സെക്കൻഡ് ടൈമും തേർഡ് ടൈമും ഒക്കെ നീറ്റും ഒക്കെ അപ്പിയർ ചെയ്തിട്ടും അൺഫോർച്ചുനേറ്റ്ലി കിട്ടാതെ പോയവരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. വീണ്ടും നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കാതെ നിങ്ങൾക്ക് പോയി നന്നായിട്ട് പഠിച്ചിട്ട് വരാം. പഠിച്ചിട്ട് വന്ന് ഇവിടുത്തെ എക്സാം കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ 2 ടൈംസൊക്കെ നിങ്ങൾ നീറ്റൊക്കെ അപ്പിയർ ചെയ്തവരാണെങ്കിൽ 3ാമത്തെ വട്ടം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കാം. ഞാനിപ്പോൾ ജോർജിയയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി വന്നതാണ്. ഇപ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും അവിടെ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുവാണെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈലായിരുന്നു ഗൈസ്. ഇവിടെ നിന്ന് നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓൾറെഡി കുറേ കുട്ടികൾ ഇപ്പോൾ പോയിട്ടുണ്ട്. ആക്ച്വലി ഒത്തിരി കുട്ടികൾ അവിടെ ഇപ്പോൾ പഠിക്കുന്നുണ്ട് ഗൈസ്. മലയാളീസൊക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട്. ഈവൻ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അറബ് സ്റ്റുഡൻസ് ഉണ്ട്, നൈജീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നു. പിന്നെ UK നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പം ഒരുപാട് കൺട്രീസിൽ നിന്ന് വരുന്നുണ്ട്. കാരണം അതൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സ്പെൻസ് ആയിട്ട് തോന്നുമെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾക്ക് അത് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നും നമുക്ക്. ബട്ട് ഇപ്പോഴാണ് കുറച്ച് എക്സ്പെൻസസ് ആയിട്ട് തോന്നുന്നത്. പണ്ട് ഞാനൊക്കെ പോയ സമയത്ത് അത്രയും എക്സ്പെൻസസ് ഇല്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ യുക്രൈൻ റഷ്യ വാറും അതുപോലെ കോവിഡൊക്കെ വന്നതിന് ശേഷം ഒത്തിരി ഡിഫറൻസ് വന്നു. എല്ലാത്തിനും ചാർജ് കൂടിയായിരുന്നു. ഈവൻ റെൻ്റ് ആയാലും അതുപോലെ ഈവൻ ഗ്രോസറീസ് എല്ലാത്തിൻ്റെയും ചാർജ് കൂടിയായിരുന്നു ഗൈസ്. ഈവൻ യൂട്ടിലിറ്റി ബിൽസ് ആയാലും എല്ലാത്തിൻ്റെയും കൂടിയായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുവാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് ഫ്ലാറ്റ് എടുത്ത് ഷെയർ ചെയ്ത് നിൽക്കാം. അതല്ല എങ്കിൽ ഫസ്റ്റ് ടൈം പോകുന്നതല്ലേ, അപ്പോൾ ഞാൻ പറയും ബെറ്റർ ഓപ്ഷൻ ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് ബെറ്റർ. അത് കഴിഞ്ഞ് 1 വർഷമൊക്കെ നിങ്ങൾ അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല പരിചയമാവും. അവിടുത്തെ സ്ഥലങ്ങളായിട്ട് പരിചയമാവും. കുറച്ച് അവിടുത്തെ ഭാഷ ഒന്ന് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. 1 വർഷം നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് അതെല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മാറി ഫ്ലാറ്റൊക്കെ എടുത്ത് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി നല്ല പരിചയമുള്ള ഫ്രണ്ട്സൊക്കെ ആദ്യമേ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പൊക്കെ കൂടുമ്പോഴത്തേക്കും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ വേണം നിങ്ങൾ ഷെയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 1 വർഷം ഹോസ്റ്റലിൽ നിന്നതിന് ശേഷം നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഫ്ലാറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി. അതിന് മുന്നേ നിങ്ങൾക്ക് നാട്ടിലോട്ട് വരാം. നാട്ടിലോട്ട് വന്നിട്ട് ഫ്ലാറ്റിലേക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. അതായത്
എന്താണ് ഈ പാന് അതുപോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുപോകാം. കാരണം പാനൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ നിന്നാൽ ഫ്രൈങ് പാൻ അങ്ങനെയുള്ള എല്ലാം അവിടെ നിന്ന് വാങ്ങുന്നത് ഭയങ്കര ക്യാഷാണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് വന്ന് കൊണ്ടുപോകണമെങ്കിൽ നല്ലത്. ഒരു നല്ല മിക്സി, അത്യാവശ്യം കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു നല്ല മിക്സി, ഒരു നല്ല ഒരു പാൻ, പിന്നെ കുക്കർ അത്യാവശ്യമാണ് ഗൈസ്. ഒരു ചെറിയ കുക്കറെങ്കിലും നിങ്ങൾ കൊണ്ടുപോവുക, അത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് ഡാല് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു കുക്കറിൻ്റെ ഇത് അത്യാവശ്യമാണ്. പിന്നെ മോസ്റ്റ്ലി എല്ലാവരും ചപ്പാത്തി ആയിരിക്കും കഴിക്കുക അവിടെ. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അത് അവിടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. റോളറും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. സോ അവിടെ നിങ്ങൾക്ക് വാങ്ങാം. സ്റ്റേഷൻ സ്ക്വയറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഓക്കെ, ചെറിയ ചെറിയ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ സ്റ്റേഷൻ സ്ക്വയർ, അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പിന്നെ വീറ്റ് അങ്ങനെയുള്ള എല്ലാം നിങ്ങൾക്ക് അവിടെ ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. സോ അവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും. അക്മത്തലിയിലും ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട്, അതുപോലെ സ്റ്റേഷൻ സ്ക്വയറിലും ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട്. സോ സ്റ്റേഷൻ സ്ക്വയറിൻ്റെ അടുത്തൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് മേടിക്കാം. മാവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മേടിക്കാം. ഈവൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കിട്ടും അവിടെ നിന്നൊക്കെ. അതെല്ലാം ബട്ട് നോർത്ത് ഇന്ത്യൻ മസാലാസാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ സൗത്ത് സൈഡിൽ നിന്നോ പോകുന്ന കുട്ടികൾ ഒരിക്കലും നമ്മുടെ ആ ഒരു മസാലയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് പോകരുത്. ബട്ട് അവിടെ എന്താണോ കിട്ടുന്നത് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് വരുമെങ്കിലും ഈവൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഫുഡും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം ആദ്യമൊക്കെ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും അഡ്ജസ്റ്റ് ആവാൻ. മീൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എല്ലാവരും എല്ലാത്തിനോടും അഡാപ്റ്റ് ആവും. സോ അതൊന്നും ഓർത്ത് വറീഡ് ആവണ്ട. കാരണം ഈവൻ മോർ ദാൻ 5 years ഞാൻ അവിടെ നിന്നു. അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും പറ്റും. ഈവൻ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. കാരണം ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത പോയതാണ് ഞാൻ. ഈവൻ കേരളവും അതായത് വീടും പരിസരവും ആയിട്ട് നടന്ന ഞാനാണ് ഇത്രയും ദൂരം പോയി ഈവൻ കണ്ടിട്ടില്ലാത്ത ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് അതെല്ലാം ആദ്യമായിട്ടുള്ള അറിവായിരുന്നു. ഞാനൊന്നും ചിന്തിക്കാതെ പോയതായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്കിതെല്ലാം ഒരു പുതിയൊരിതായിരുന്നു. ഞാൻ അഡ്ജസ്റ്റായി. അപ്പോൾ പിന്നീട് ഞാനെല്ലാം അഡാപ്റ്റ് ചെയ്ത് അതൊക്കെ എൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫുഡായിരുന്നെങ്കിൽ കൂടിയും അതൊക്കെ പിന്നീട് ഞാൻ അഡാപ്റ്റായി. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റി. പിന്നീട് ഞാൻ അതൊക്കെ നല്ല മീൻസ് എനിക്ക് അതൊക്കെ നമ്മുടെയും ഫുഡ് എന്നുള്ള രീതിയിലായി എനിക്ക്. എൻ്റെയും ഫുഡ് തന്നെയാണ്, വേർതിരിവൊന്നുമില്ല. നമ്മൾ ഇഡലി സാമ്പാറും കഴിക്കുന്നത് അങ്ങനെയൊന്നും എനിക്കൊരു വേർതിരിവൊന്നും ആയില്ല. വേർതിരിവൊക്കെ മാറി ഞാൻ അതിലുമായിട്ട് അങ്ങ് അഡാപ്റ്റായി. ഓക്കെ, അതാണ് സത്യം പറഞ്ഞാൽ നടന്നത്. ഞാൻ അതിലോട്ടൊക്കെ അങ്ങ് അഡാപ്റ്റായി. സോ പിന്നീട് എനിക്കൊരു ഡിഫറൻസും തോന്നില്ല ഫുഡ്. അപ്പോൾ നമ്മൾ നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് എങ്ങോട്ട് പോയാലും നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്നത് നമ്മുടെ ഫുഡ് തന്നെയാണ്, ഫുഡിൻ്റെ പ്രശ്നം. അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡാപ്റ്റ് ആവും. അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങളങ്ങനെ വറീഡൊന്നും ആവട്ടെ. ഓക്കെ, പിന്നെ ഗൈസ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റീസും നല്ലത് തന്നെയാണ്. എല്ലാ യൂണിവേഴ്സിറ്റീസും ഇംഗ്ലീഷ് മീഡിയമാണ്. അപ്പോൾ എല്ലാ ലെക്ചേഴ്സും നന്നായിട്ട് പഠിപ്പിക്കും. എല്ലാവരും നല്ലത് തന്നെയാണ്. പിന്നെ കൂടുതൽ നമ്മളും എഫേർട്ട് ഇടണം. നമ്മളും ഒരുപാട് റെഫർ ചെയ്തൊക്കെ പഠിക്കേണ്ടി വരും. അതൊക്കെ നമ്മുടെ സൈഡ് നമ്മൾ ക്ലിയർ ചെയ്യുക. ലെക്ചേഴ്സിൻ്റെ സൈഡ് അവർ ക്ലിയർ ചെയ്യും. സോ അവർ നന്നായിട്ട് തന്നെയാണ് എല്ലാം പറഞ്ഞു തരിക. പിന്നെ 3rd year മുതൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ റൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് സ്ക്രബ്സ്, ക്രോക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. സോ അതൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം, അവിടെയും കിട്ടും. ഓക്കെ, അവിടെ എനിക്ക് തോന്നുന്നത് സ്ക്രബ്സിനൊക്കെ ഇപ്പോൾ 60 ലാറി എന്തോ ആണ്, മറ്റ് ക്രോക്സിന് 25 ലാറിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അവിടെ നിന്ന് വാങ്ങാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എവിടെ നിന്ന് വാങ്ങാമെന്നുള്ളത്. സ്റ്റേഷൻ സ്ക്വയറിൽ നിന്നാണ് വാങ്ങാൻ കിട്ടുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ കയറി നോക്കിയാൽ മതി. സോറി ഗൈസ്. അപ്പോൾ നിങ്ങൾ അവിടെ കയറി നോക്കിയാൽ മതി, എൻ്റെ വീഡിയോസിൽ കയറി നോക്കിയാൽ മതി. ഈവൻ വിൻ്റർ ക്ലോത്തിനെ കുറിച്ചൊക്കെ ഞാൻ റേറ്റൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ജാക്കറ്റും കാര്യങ്ങളും അതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഇയറിൻ്റെ ഇട്ടിട്ടുണ്ട്, ഈ വർഷത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് കയറി നോക്കുക. അപ്പോൾ ലെക്ചേഴ്സൊക്കെ നല്ലതാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഗൈസ്. നമുക്കങ്ങനെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊന്നും അങ്ങനെ തരത്തില്ല. ബട്ട് ഫ്രണ്ട്ലിയാണ്. എല്ലാവരും നമ്മുടെ കൂടെ ബോണ്ട് വയ്ക്കുക, ഒരു ഫ്രണ്ട്ലി ബോണ്ടായിരിക്കും. പിന്നെ ക്ലിനിക്കൽ റൊട്ടേഷൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക്
പോകുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരും. ലെക്ചേഴ്സ് അവിടെ നിന്ന് പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ചില സമയത്ത് നമ്മളും പേഷ്യൻറ്റും ആയിട്ടുള്ള ഇൻട്രാക്ഷൻ അവർ സമ്മതിക്കും. അപ്പോൾ നമുക്കും അവർ ചെക്ക് ചെയ്യാൻ പറയും. നമ്മുടെ കൂടെയും പേഷ്യൻസിനെ ചെക്ക് ചെയ്യാൻ പറയും എന്താണ്, എന്നിട്ട് ഓരോ കേസ് തന്നിട്ട് ഇയാൾക്ക് ഇന്ന പ്രോബ്ലമാണ്, അപ്പോൾ എന്താണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് പറയണം. സോ അങ്ങനെയൊക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് തരും. അതൊക്കെ 3rd ഇയർ കഴിഞ്ഞിട്ടായിരിക്കും ഗൈസ്. പിന്നെ ലാംഗ്വേജ് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടി വരും. ജോർജിയൻ ലാംഗ്വേജ് 1st and 2nd നിങ്ങൾ പഠിക്കേണ്ടി വരും. സോ അതൊക്കെ നന്നായിട്ട് പഠിക്കാം. പിന്നെ ഓരോ വർഷവും എനിക്ക് തോന്നുന്നത് ടോട്ടൽ 360 ക്രെഡിറ്റ് ആണ് കേട്ടോ. സോ നിങ്ങൾ എന്തായാലും പഠിച്ചു പോവുക, നന്നായിട്ട് തന്നെ പഠിക്കുക, ഉഴപ്പരുത് പഠിക്കുക. കാരണം ഓരോ സെമസ്റ്ററും നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് ഗൈസ്. പിന്നീട് നിങ്ങൾ എക്സ്ട്രാ മണിയൊക്കെ പേ ചെയ്ത് അതൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ ടൈം വേസ്റ്റാണ്, മണി വേസ്റ്റാണ്, ടൈം വേസ്റ്റാണ്. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ നിങ്ങൾ സെം ക്ലിയർ ചെയ്ത് പോവുക, പഠിക്കുക, അതുപോലെ എൻജോയ് ചെയ്യുക. അതൊക്കെ നടക്കണം. ഓക്കെ. പിന്നെന്താണ്, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഗെറ്റ് ടുഗദർ മീൻസ് അതൊക്കെ നല്ലതാണ്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക, പിന്നെ എവിടെയെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവുക, അതൊക്കെ. പിന്നെ വിൻ്റർ സീസണാണ് ഇപ്പോൾ. സോ നിങ്ങൾ എപ്പോൾ പോകുമ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ. ഒരുപാട് സ്ഥലങ്ങളിൽ അപകടം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സേഫായിട്ട് പോയിട്ടൊക്കെ വരും. ഓക്കെ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെയൊക്കെ കൂട്ടി വേണം പോകാനായിട്ട്. സോ ജോർജിയ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു കൺട്രിയാണ്, നല്ല സേഫാണ് ഗൈസ്. അതാണ് ആക്ച്വലി എനിക്ക് മിസ് ചെയ്യുന്ന ഒരു കാര്യം. മീൻസ് ജോർജിയ എന്ന് പറയുന്നത് തന്നെ നല്ല സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈവൻ രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ എൻ്റെ വീഡിയോസൊക്കെ പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ രാത്രിയൊക്കെ പോവാറുണ്ട്. സോ രാത്രിയൊക്കെ നല്ല സേഫാണ്. പിന്നെന്താ, നല്ല ക്ലീനാണ്. പിന്നെ നല്ല കാമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെന്താണ്, സോ അതൊക്കെ നല്ലൊരു ലൈഫ് സ്റ്റൈലിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഇങ്ങനെ റോബറീസ് ഒന്നും അധികം ഇല്ല കേട്ടോ. റോബറി ഇപ്പം 6 വർഷം അല്ലെങ്കിലും മോർ ദാൻ 5 years ആയി ഞാൻ അവിടെ സ്റ്റേ ചെയ്തു അല്ലേ. അപ്പോൾ അത്രയും നാളായിട്ട് എൻ്റെ ഒരു സാധനം ആരും ഇങ്ങനെ കട്ടെടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. റോബറീസ് ഒന്നും നടന്നിട്ടില്ല എനിക്ക്. ബട്ട് ചില കുട്ടികൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതും പ്രത്യേകിച്ച് ബോയ്സിൻ്റെ കൂടെയൊക്കെയാണ് അവർ ചെയ്യുക. ലൈക്ക് ഫോൺ തട്ടിപ്പറിച്ചെടുത്ത് പോവുക, അങ്ങനെയൊക്കെ. അല്ലാതെ വേറെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ചില മൊമെൻറ്റ്സിൽ ചില കുട്ടികൾക്ക് ചില എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് വയലൻസ് പോലെ നടന്നിട്ടുണ്ട്. അത് ഞാൻ നിന്ന ഏരിയയിലൊന്നുമല്ല, വേറെ ഏരിയയിലായിരുന്നു. ബട്ട് അതൊക്കെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗൈസ്. അപ്പം നമ്മൾ കൂടുതലും ജോർജിയൻസിനെ പോയി ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ മാത്രം മതി. അവരൊന്നും ഒന്നും ചെയ്യത്തില്ല. ബട്ട് ചില സമയങ്ങളിൽ ചില ഇന്ത്യൻസിൻ്റെ കൂടെയൊക്കെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, മീൻസ് വയലൻസ് ആയിട്ട്. ബട്ട് അതൊക്കെ റെയറായിട്ട് നടന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ അതൊക്കെ എന്തെങ്കിലും പ്രതികാരത്തിൻ്റെ പേരിൽ ചെയ്തതൊക്കെ ആയിരിക്കാം. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ജോർജിയയിൽ മരിക്കാനിടയായി. ആക്സിഡൻറ്റ്സ്, പിന്നെന്താണ്, വെള്ളത്തിൽ വീണിട്ട് അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ചില സമയത്തിൽ ഈ ഡ്രിങ്കൊക്കെ ചെയ്തിട്ട് അവരറിയാതെ പോയി വെള്ളത്തിൽ വീഴുന്നതാണ്. ഈ സീൻ്റെ അടുത്തൊക്കെ പോയിരുന്ന് ഡ്രിങ്കൊക്കെ ചെയ്തിട്ട് പിന്നീട് അവർ ചെയ്യാൻ തോന്നുമ്പോൾ പോയി ചെയ്യും. പിന്നെ അവർക്ക് ചിലപ്പം അൺകോൺഷ്യസ് ആയിട്ട് അവർക്ക് കയറി വരാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറേ പേര് മരിക്കാറുണ്ട്. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങനെയൊന്നും പോവാതിരിക്കാം. സോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടക്കാറുണ്ട്. അതൊക്കെ സ്വന്തമായിട്ട് പോയി അങ്ങനെ ആയതാണ് ഗൈസ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റഡീസൊക്കെ കൊള്ളാം. ജോർജിയയിലെ ലൈഫ് സ്റ്റൈല്, എവ്രിതിങ് എല്ലാം കൊള്ളാം. അപ്പോൾ നിങ്ങൾ ജോർജിയ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ജോർജിയയിലെ യൂണിവേഴ്സിറ്റീസും ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ പഠിച്ചത് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയാണ്. യൂറോപ്യൻ യൂണിവേഴ്സിറ്റി നല്ല ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ്. ലെക്ചേഴ്സൊക്കെ നല്ലതാണ്. ഒരുപാട് ഈവൻ സ്റ്റുഡൻസ് USMLE ഒക്കെ പാസ്സാവുന്നുണ്ട് കേട്ടോ. ആൻഡ് സോ മെനി സ്റ്റുഡൻസ് FMG ഒക്കെ പാസ്സാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ക്ലിയർ ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പേര് ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട് ഗൈസ്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി USMLE സ്റ്റെപ്പ് 1 ഒക്കെ പാസ്സായി. കൂടെ പഠിച്ചതല്ല ഗൈസ്, ഒരു സെമസ്റ്റർ മുന്നേ
പഠിച്ചു, 1 സെമസ്റ്റർ മുന്നേ പഠിച്ച കുട്ടി. അതുപോലെ ഇപ്പോഴും റീസെൻ്റ്ലി ഒരു കുട്ടി USMLE ഫസ്റ്റ് സ്റ്റെപ്പ് പാസ്സായി. ഈവൻ FMGയും കൂടുതൽ പാസിംഗ് റേറ്റ് എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്, യൂറോപ്യൻ യൂണിവേഴ്സിറ്റിക്കും. അപ്പോൾ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് എന്താണ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയോ ഏത് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾ പോകുമ്പോൾ പഠിക്കുക, നന്നായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ലൈഫ് എൻജോയ് ചെയ്യുക, പഠിക്കുക, സേഫായിട്ട് തിരിച്ച് വരിക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ബൈ ബൈ.